പാലക്കാട് മലമ്പുഴ മണ്ഡലങ്ങളിൽ ബിജെപി ജയിക്കുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ. ശോഭാ സുരേന്ദ്രന്റെ ആളുകൾ പണം കൊടുക്കുന്ന വീഡിയോ കെട്ടിച്ചമച്ചതാണെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. പ്രശ്നത്തെ നിയമപരമായി നേരിടും. വീഡിയോയുടെ പിന്നിലുള്ള ആളെക്കുറിച്ച് വ്യക്തമായി അറിയാം. കോൺഗ്രസ് പരാജയ ഭീതിയിലാണ്. മുൻ MLA-യെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാനാകാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. മലമ്പുഴയും പാലക്കാടും ഇത്തവണ NDA വിജയിക്കും. രണ്ട് മണ്ഡലങ്ങളിലെയും ജനങ്ങൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ടുള്ള ഇവിടുത്തെ വികസന മുരടിപ്പിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധത്തിലാണ്. അവർക്കറിയാം ഈ രാജ്യത്തെ മോദി സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളും അതുപോലെ തന്നെ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളുമെല്ലാം അവരുടെ പക്കലെത്തണമെങ്കിൽ, അവരുടെ പ്രദേശത്തെത്തണമെങ്കിൽ NDA സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ചും മലമ്പുഴയെ സംബന്ധിച്ചും കഴിഞ്ഞ 2 തവണ അവർക്ക് നഷ്ടപ്പെട്ട ആ വികസനം ഇത്തവണ വോട്ടെടുപ്പിലൂടെ അവർ NDA വിജയിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കും. പാലക്കാട്ടുകാർക്ക് നല്ല വിവേകമുള്ള ആളുകളാണ്. ഈ വീഡിയോന് പിന്നിലുള്ള വ്യക്തിയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം പാലക്കാട്ടത്തെ വോട്ടർമാർക്കുണ്ട്. ഇതൊന്നും ബാധിക്കില്ല. ഇത്തരത്തിലുള്ള കെട്ടിച്ചമച്ച വീഡിയോയും കഥകളുമൊന്നും പാലക്കാട്ടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ പോകുന്നില്ല. പോലീസിനൊരു പരാതി ലഭിച്ചാൽ സ്വാഭാവികമായിട്ട് കേസെടുക്കും. ഞങ്ങൾ പറയുന്നത് പോലീസ് അന്വേഷിക്കട്ടെ. ഞങ്ങൾക്ക് യാതൊരു ഭയവും ഇല്ല. കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കട്ടെ. ഇലക്ഷൻ കമ്മീഷന്റെ അന്വേഷണത്തിന് ശേഷമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത്. അവർ നൽകിയ പരാതി അല്ല, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ നിയമപരമായിട്ട് ഇതിനെ നേരിടാൻ തയ്യാറാണ്. ഞങ്ങളും ഇത് സംബന്ധിച്ചുള്ള പരാതികൾ നൽകുന്നുണ്ട്. ഈ വീഡിയോന് പിന്നിലുള്ള ആളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് അയാളുടെ ചരിത്രത്തെക്കുറിച്ച് അന്വേഷിക്കണം. കണ്ണാടിക്കാർക്ക് ഈ വ്യക്തിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. പണം നൽകുന്ന സ്ത്രീ ഞാൻ മലമ്പുഴയില് സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് പാലക്കാടത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വന്ന ആളുകളെ സംബന്ധിച്ചോ പ്രവർത്തകരെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എനിക്ക് പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. കോൺഗ്രസ് പരാജയ ഭീതിയിലായതുകൊണ്ടാണല്ലോ ഓരോ കഥകളുമായിട്ട് വരുന്നത്. കോൺഗ്രസിന് അവരുടെ മുൻ MLA-യുടെ അവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വാക്ക് പറയാൻ കഴിയുമോ? കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച MLA-യെ സംബന്ധിച്ച് എന്തെങ്കിലും അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് ആ നേട്ടങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് എന്താ തെരഞ്ഞെടുപ്പ് നേരിടാത്തത്? കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വിവാദങ്ങൾ കൊണ്ടാണ്. ഞങ്ങളിവിടെ മുന്നോട്ട് വെക്കുന്നത് വികസനമാണ്. UTV ന്യൂസ്, പാലക്കാട്.